പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറയുന്ന വാക്കുകളാണ് വായിക്കുന്നത്. അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്ര ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദേവാലയ പണിക്ക് വേണ്ടി ശേഖരണം നടത്തിയപ്പോൾ ജനം ദൈവത്തിന് കൊടുത്തു. ആ കൊടുത്തതിനെ കുറിച്ചാണ് 29-ാം അധ്യായത്തിൽ പറയുന്നത്. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ സർവബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി ശേഖരിച്ചു എന്നാണ് ദാവീദ് പറയുന്നത്. 3-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള എനിക്കുള്ള പക്ഷനിമിത്തമാണ് ഞാൻ ഈ ശേഖരണം നടത്തിയത്. എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദ് ഇത് ചെയ്തപ്പോൾ ജനം പ്രതികരിച്ചത്, ജനം മനഃപൂർവ്വമായി കൊടുത്തു. അതുകൊണ്ട് അവരും സന്തോഷിച്ചു. ഏകാഗ്ര ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടാണ് അവർ കൊടുത്തത്. 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. നോക്കുക പ്രിയരെ, ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദാവീദും ജനവും കൊടുത്തപ്പോൾ അവർ സർവബലത്തോടും ദേവാലയത്തോടുള്ള പക്ഷനിമിത്തവും സ്വന്തം ഭണ്ഡാരത്തിലുള്ളതും ഏകാഗ്ര ഹൃദയത്തോടും മനഃപൂർവ്വമായിട്ടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ദൈവത്തിന് കൊടുത്തു. നാം ദൈവിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇവിധമാണോ ഇടപെടുന്നത്? നമ്മുടെ സർവബലത്തോടുകൂടിയാകുന്നുവോ? അവിടുത്തെ അവിടുത്തോടുള്ള ആഴമേറിയ പക്ഷം നിമിത്തമാകുന്നുവോ? ഏകാഗ്രതയോടെ മനഃപൂർവ്വമായിട്ട് ഹൃദയത്തിൻ്റെ പരമാർത്ഥതയോടെയൊക്കെയാണോ നാം അത് കൊടുക്കുന്നത്? ആലയം പണിതത് ശലോമോനാണ്. ദാവീദിനത് പണിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ദാവീദും ജനവും ആലയത്തിനു വേണ്ടതെല്ലാം ശേഖരിച്ചു വെച്ചു. ഒരു കുറവും വന്നില്ല. പൊന്ന് വേണ്ടിടത്ത് പൊന്ന്, വെള്ളി വേണ്ടിടത്ത് വെള്ളി, താമ്രം വേണ്ടിടത്തും താമ്രം, മരം, കല്ല് എല്ലാം ഒന്നിനു കുറവ് വരാതെ സമൃദ്ധമായി അവർ നൽകി. ഇന്നും ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം കൊടുത്തതാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞു, കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ അളന്ന് കിട്ടും. ദൈവത്തിന് കൊടുക്കുവാൻ ആത്മാർത്ഥതയോടെ മനഃപൂർവ്വമായി ഏകാഗ്ര ഹൃദയത്തോടെ സർവബലത്തോടുകൂടെ കൊടുക്കുവാൻ മനസ്സ് വയ്ക്കുന്ന ഒരാളെയും ദൈവം തള്ളിക്കളയില്ല. ദാവീദ് ഇവിധം തൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ ഉള്ളത് കൊടുത്തു എന്ന് നാം ഈ അധ്യായത്തിൽ വായിച്ചു. 2 ദിനവൃത്താന്തമൊക്കെ നാം വായിക്കുമ്പോൾ ദാവീദിൻ്റെ മകനായ ശലോമോന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഭൗതിക സമൃദ്ധി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ദൈവമാർഗം കടക്കാരനല്ല പ്രിയരെ. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാനും നമുക്കുള്ളതിൽ നിന്നും ദൈവത്തിനും ദൈവിക വേലയ്ക്കും കൊടുക്കാനും ഒക്കെയുള്ള ഒരു പ്രതിജ്ഞാബദ്ധത നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കട്ടെ. അത് നമ്മെ കുറയ്ക്കുകയില്ല കേട്ടോ, നമ്മെ സമൃദ്ധിയിലേക്ക് വിശാലതയിലേക്ക് നടത്തുക തന്നെ ചെയ്യും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അങ്ങയാൽ അനുഗ്രഹീതരാകേണ്ടതിന് അവർ കൊടുക്കുന്ന അവരുടെ ജീവിത മേഖലകളെ ഇന്ന് ഞങ്ങൾ വചനം ധ്യാനിച്ചതുപോലെ കൊടുപ്പാൻ കൃപ നൽകണമേ. അങ്ങയുടെ സഖ്യത്തിൻ്റെ നിശുഭത ഇന്ന് പകൽ നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും ആരാധനയും അങ്ങേക്ക് മാത്രം വരുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ,
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.